কেমন মানুষ আপনার কেমন আপনার কষ্ট দেখবেন ওই ভাই ধর্মিয়া আপনি লোক কি খারাপ দেখছেন ভাই আরে দিয়ে দেন না ভাই আপনার বাকি দিতাছি এই তোমার নাম্বার বলো আমি নিয়ে নিচ্ছি টাকা পাঠাই দেবো আপনার 500 টাকা দিতে বলছি না ও ভাই এই নাম্বারটা কইলা না আল্লাহ আপনার পর বিচার করবো പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ കണ്ട ദൃശ്യം എവിടെ നിന്നാണെന്ന് എനിക്ക് വ്യക്തമല്ല. ഇത് യഥാർത്ഥത്തിൽ വല്ലാതെ വേദനിപ്പിക്കുന്നൊരു ദൃശ്യമാണ്. സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കച്ചവടം നടത്തി ജീവിക്കുന്ന ഒരാളുടെ വീഡിയോ ആണ്. ട്രെയിൻ യാത്രക്കാരിൽ ഒരാൾ ഭക്ഷണം വാങ്ങി. എന്നിട്ട് ഭക്ഷണം വാങ്ങിയിട്ട് ട്രെയിൻ നീങ്ങുമ്പോൾ ആ ഭക്ഷണത്തിന്റെ പണം അയാൾക്ക് തിരിച്ചു കൊടുത്തില്ല. പണം നൽകാതെ വന്നപ്പോൾ അതിനായിട്ട് ട്രെയിനിനോടൊപ്പം ഓടുന്നതാണ് ഈ പാവം മനുഷ്യൻ. ട്രെയിൻ സ്പീഡ് കൂട്ടിയപ്പോൾ കുറച്ച് വേഗത്തിൽ ഓടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പ്ലാറ്റ്ഫോമിന്റെ ഒരു ഘട്ടം എത്തിയപ്പോഴേക്കും തളർന്നുപോയി. അതിനുശേഷം വല്ലാതെ അവിടെ കിതച്ച് അവിടെ നിൽക്കുന്നതും പ്രേക്ഷകർക്ക് കാണാം. ഇയാളെ സഹായിക്കണമെന്നും അയാൾക്ക് പണം നൽകി സഹായിക്കണമെന്നും പറഞ്ഞാണ് ഈ വീഡിയോ ഇപ്പോൾ പ്രചരിക്കുന്നത്. ഇയാൾ ആരാണെന്നോ ഇയാളുടെ വിശദാംശങ്ങൾ എവിടെയാണെന്നോ ഇത് എവിടെ വെച്ചാണ് സംഭവിച്ചതെന്നോ അറിയില്ല. നമുക്ക് അതിൽ നിന്ന് ലഭിച്ച ചില ശബ്ദ സംഭാഷണങ്ങൾ മാത്രമേ ഉള്ളൂ. അത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലുമാണ്. ഒരു കാര്യം പ്രേക്ഷകരോട് പറയട്ടെ, ഇതൊന്നും ഒരു കാരണവശാലും ചെയ്യരുത് എന്നുള്ളതാണ്. എത്രയോ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ് നമുക്ക് ഭക്ഷണം തരാൻ വേണ്ടിയിട്ട്. ഭക്ഷണത്തിന് ഇപ്പോൾ ക്വാളിറ്റി കുറവുണ്ടായിരിക്കും. റെയിൽവേയിൽ നിന്ന് ലഭിക്കുന്ന ചില ഭക്ഷണങ്ങൾക്ക് അങ്ങനെ ഒരു പരാതിയുണ്ട്. പക്ഷേ ഭക്ഷണം തരുന്ന വെണ്ടർമാരുണ്ടല്ലോ, അവരൊക്കെ ജീവിതത്തിൽ നമ്മളിപ്പോൾ ഒരു ബിരിയാണി വാങ്ങിയാൽ, ഒരു ചോറ് വാങ്ങിയാൽ 100 രൂപയാണെങ്കിൽ അതിനകത്ത് അവർക്ക് കമ്മീഷൻ കിട്ടുന്നത് പരമാവധി 15 രൂപയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. അവർക്കൊരു തീവണ്ടിയിൽ ഒരു ദിവസം നിന്ന് അങ്ങനെ പരമാവധി അവർക്ക് സംഘടിപ്പിക്കാൻ പറ്റുന്ന 10-750 രൂപയായിരിക്കും. അതും വളരെ ബുദ്ധിമുട്ടി. എല്ലാ സമയത്തും അത് കിട്ടണമെന്നില്ല. അങ്ങനെ അതിന് കമ്മീഷൻ ഉണ്ടാവാം, ഒരുപക്ഷെ അവിടെയുള്ള യൂണിയൻ ഫീസ് ഉണ്ടാവാം. ഇതെല്ലാം കൊടുത്തിട്ടാണ് ഇവർ ഈ പണി ചെയ്യുന്നത്. ആ മനുഷ്യരുടെ ഒരു ചോറ് പൊതി എടുത്തുകൊണ്ട് പോകുമ്പോൾ നിങ്ങൾ ആ ദിവസത്തെ വരുമാനമാണ് എടുത്തുകൊണ്ട് പോകുന്നത് എന്നത് ഓർമ്മിക്കണം. ഇത് നമ്മൾ മലയാളികൾ ചെയ്തു. কেমন মানুষ আপনার কেমন আপনার কষ্ট দেখবেন ওই ভাই ধর্মিয়া আপনি লোক কি খারাপ দেখছেন ভাই আরে দিয়ে দেন না ভাই আপনার বাকি দিতাছি এই তোমার নাম্বার বলো আমি নিয়ে নিচ্ছি টাকা পাঠাই দেবো আপনার 500 টাকা দিতে বলছি না ও ভাই এই নাম্বারটা কইলা না